ഹായ് ഓൾ, ഐ ആം നിഖിൽ, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അതേപോലെ നിങ്ങളുടെ CS കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആ ഒരു സബ്ജക്റ്റിലെ 40 മാർക്കിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ആ പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങൾ ജസ്റ്റ് നോക്കിയ ആൾക്കാർക്ക്, അതായത് നമ്മളൊരു കോഴ്സിന് പോകുന്ന മുമ്പിട്ട് ചില സ്റ്റുഡൻസ് സബ്ജക്റ്റ് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ്, അങ്ങനെ നോക്കുമ്പം ഈ ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലം പേപ്പറായിട്ട് വരിക. ബാക്കിയൊക്കെ തിയറി പേപ്പറാണ്. പക്ഷേ ഈ ഒരു പ്രോബ്ലം പേപ്പർ നമുക്കൊരു പ്രോബ്ലമായിട്ട് മാറില്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയണം. ഓൾഡ് സിലബസ് ആണെങ്കിലും ന്യൂ സിലബസ് ആണെങ്കിലും CS സ്റ്റുഡൻസിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി. പേപ്പർ ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാനും അതേപോലെ ബോത്ത് ഗ്രൂപ്പ് എക്സാം എഴുതാൻ പോകുന്ന പിള്ളേർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ പേപ്പർ നമുക്ക് എന്ത് ചെയ്യും, യൂസ്ഫുള്ളായിരിക്കും. പ്രോബ്ലം പേപ്പർ ആണ് എന്ന് കരുതിയിട്ട് ഒരിക്കലും ടഫായിട്ട് കരുതരുത്. വളരെ സിമ്പിളാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണെങ്കിലും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നാം എന്ന് പറഞ്ഞത് തിയറി ഇഷ്ടപ്പെട്ട് വന്ന സ്റ്റുഡൻസ് ഉണ്ടാവും മെജോറിറ്റി. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം സ്റ്റാർട്ടിങ്ങിൽ മാത്രം. ആ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മാറ്റിയെടുക്കും. ഓക്കെ, കാരണം തിയറി ഇഷ്ടപ്പെട്ട് വരുന്ന കുറേ പേരുണ്ടാവും CS. അപ്പോൾ അതിലൊരു പേപ്പർ, അയ്യോ സാറേ പ്രോബ്ലം പേപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഒക്കെ ഞങ്ങൾക്ക് ടഫാണ്, അക്കൗണ്ടൻസും FM ഒന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയൊന്നും ഇല്ല. ഈ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഇത് പക്കാ പ്രോബ്ലം അല്ല. ഒരു കമ്പനി സെക്രട്ടറി നിങ്ങൾ CS പാസ്സായിട്ട് ഏതൊരു കമ്പനി കയറി കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്, ഫണ്ടുണ്ട്. നിങ്ങൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഫണ്ടില്ലാതെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിലെ ഫണ്ട്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫണ്ട് മാനേജ് ചെയ്യുക, ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെയാണ് നമ്മളെ എങ്ങനെയാണ് ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത്, അതിനെപ്പറ്റി പഠിക്കുന്ന സബ്ജക്റ്റാണിത്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. CS വരുമ്പോൾ അതിന് 40 മാർക്സാണ്. ബാക്കി 60 മാർക്ക് എന്താ, അക്കൗണ്ടൻസിയാണ്. ഓക്കെ, ഇപ്പം 40 മാർക്കിൽ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷം, ഒരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട്. അതായത് ഓൾഡ് സിലബസിൽ 2 അറ്റംപ്റ്റ് മുമ്പേ ഓൾഡ് സിലബസിൽ പ്രോബ്ലം പേപ്പറൊക്കെ ഡിസ്ക്രിപ്റ്റീവ് പകരം MCQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. MCQ നമ്മളിങ്ങനെ ഓപ്ഷൻ A, ഓപ്ഷൻ B, C ഇങ്ങനെ ടിക്കടിച്ച് പോയാൽ മതി. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പം എല്ലാ ആൻസറും ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ പിള്ളേർക്ക് എന്ത് വരും, സ്റ്റുഡൻസ് പിക്കൗട്ട് ചെയ്യുമ്പോൾ അവർ കൺഫ്യൂഷൻ വന്നിട്ട് ആ മുഴുവൻ മാർക്കും പോകും. ബട്ട് ന്യൂ സിലബസിൽ, അതായത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സിലബസിൽ MCQ അവിടെ റിമൂവ് ചെയ്തു, പകരം ഡിസ്ക്രിപ്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 100% അറിയില്ലെങ്കിൽ പോലും നമ്മൾ ആ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സിന് എന്ത് കിട്ടും, മാർക്സ് കിട്ടും. നേരത്തെ MCQ ആയതുകൊണ്ട് നമുക്ക് കട്ട് ഓഫ് അങ്ങനെ വരുന്നില്ല, മുഴുവൻ മാർക്കും പോയി പോകുന്നില്ല. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന അനുസരിച്ച് മാർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രോബ്ലം പേപ്പറിന് ഒരിക്കലും അവർക്ക് മാർക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പേപ്പർ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് ഒരുപാട് ഇക്വേഷൻ കാണാൻ പറ്റും. CS ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒത്തിരി ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ടെൻഷൻ അടിക്കരുത്. കുറേ സ്റ്റുഡൻസ് ഉണ്ട് കോഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പുണ്ട്, ജോയിൻ ചെയ്യുന്ന മുമ്പേ തന്നെ സിലബസ് ഒക്കെ നോക്കിയിട്ട് അയ്യോ സാറേ FM ബുക്കിൽ ഒരുപാട് ഇക്വേഷൻസ് കണ്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ പഠിക്കാനാവില്ല, CS ടഫാണ്. ഇല്ല, അങ്ങനെ പഠിക്കരുത്. നമ്മൾ ഓരോ ഇക്വേഷൻസും എന്തുകൊണ്ടാണ് ആ ഇക്വേഷൻസ് അങ്ങനെ വന്നത്, എങ്ങനെയാണ് ഇക്വേഷൻസ് പഠിക്കാതെ, എക്സാം ആളിൽ ഇക്വേഷൻസ് മനസ്സിലാക്കാതെ, മീൻസ് ബൈഹാർട്ട് പഠിക്കാതെ എങ്ങനെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ കോൺസെപ്റ്റ് ബേസിൽ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാം, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓരോ ടോപ്പിക്കും
വളരെ എല്ലാ സ്റ്റുഡൻസും പ്രോബ്ലം ചെയ്യുന്ന രീതിയിൽ, എല്ലാ സ്റ്റുഡൻസിനും പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് അപ്രോച്ച് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു പ്രോബ്ലം പോലും ക്ലാസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഹെൽപ്പ് ചെയ്യും. ബാക്കി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇൻപുട്ട് തരുന്നതായിരിക്കും. ഈ സബ്ജക്റ്റിൽ നമ്മൾ പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഫണ്ട് വരുന്നത് എവിടെ നിന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരാം. സ്വന്തമായിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊണ്ടുവരണോ, മീൻസ് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊണ്ടുവരണോ, നമ്പർ 1. അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കണോ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണോ. സാറേ ഡിബഞ്ചർ എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ടെൻഷൻ അടിക്കേണ്ട, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡിബഞ്ചർ എന്നൊക്കെ ഇനി ലൈഫ് ലോങ് കേൾക്കും. FM എന്ന് പറയുന്ന പേപ്പറിൽ മാത്രമായിരിക്കില്ല, നിങ്ങൾ ലൈഫിൽ ലോ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് കമ്പനി അക്കൗണ്ട്സ് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ട്, ഡിബഞ്ചേഴ്സിനെ പറ്റിയും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോയിലൊക്കെ പഠിക്കാണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ഡിബഞ്ചറായിട്ട് കൊണ്ടുവരാം, ലോങ് ടൈം ലോൺ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പം ഞാനൊരു 50 ലക്ഷം രൂപ കൊണ്ടുവന്നു. 50 ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്നു, ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു ഒരെണ്ണം. അപ്പം എവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരണം, എവിടെ നിന്നൊക്കെ ഫണ്ട് റൈസ് ചെയ്യണം. ഫൈനാൻസിങ് ഡിസിഷൻ ഫസ്റ്റ് വൺ, നമ്പർ 1. എവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരാം, ഫൈനാൻസിങ് ഡിസിഷൻ. മുഴുവനും ഞാൻ കൊണ്ടുവരണോ, 50 ലക്ഷം മുഴുവനും ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ 10 ലക്ഷം ഞാനും ബാക്കി 20 ലക്ഷം ഇങ്ങനെ കൊണ്ടുവന്നാൽ മതിയോ, അല്ലെങ്കിൽ 10 ലക്ഷവും 40 ലക്ഷവും കൊണ്ടുവന്നാൽ മതിയോ, എത്രത്തോളം ഫണ്ട് എവിടെ നിന്നൊക്കെ, ക്യാപിറ്റൽ എങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഏരിയ, ഫൈനാൻസിങ് ഡിസിഷൻ. ഓക്കെ അല്ലേ? എങ്ങനെയൊക്കെ ഫണ്ട് കൊണ്ടുവരാം, നമ്പർ 1. ഇനി നമ്മൾ കൊണ്ടുവന്ന ക്യാപിറ്റലിലെ 50 ലക്ഷം എത്രമാത്രം ഫിക്സഡ് അസറ്റ്, എത്രമാത്രം ഓരോ പ്രൊജക്റ്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്യണം, എത്രമാത്രം നമ്മൾ കറണ്ട് അസറ്റായിട്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടി മാറ്റി വെക്കണം. ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ഫണ്ട് എങ്ങനെയൊക്കെ കൊണ്ടുവരാം, എവിടെ നിന്നൊക്കെ ഒരു ബിസിനസ്സിന് ഫണ്ട് വരുന്നുണ്ട്. ഫൈനാൻസിങ് ഡിസിഷൻ നമ്പർ 1. എവിടെയൊക്കെ നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ നമ്പർ 2. ഓക്കെ അല്ലേ? ഓക്കെ, നമ്പർ 1 എന്താ, ഫൈനാൻസിങ് ഡിസിഷൻ. നമ്പർ 2 എന്താ, ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ. സെക്കൻഡ്, തേർഡ് എന്താ, നമ്മൾ ഫൈനാൻസ് ചെയ്തു, ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവന്നു, ആ ഫണ്ട് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രോഫിറ്റ് ഏൺ ചെയ്തു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്തു, ഒരു 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി, അടിപൊളി. 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്തു. ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഈ പ്രോഫിറ്റ് ഞാൻ എന്ത് ചെയ്യും. നിങ്ങളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ബാങ്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തന്നു, 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് തന്നു. ജസ്റ്റ് അസ്യൂം ചെയ്യും 20% തന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, 10 ലക്ഷം രൂപ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണോ? അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എന്തൊക്കെ സംഭവിക്കുക, ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ മേലെ കൂടെ എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ ഞാനിപ്പം ഇൻട്രസ്റ്റ് വിഡ്രോ ചെയ്താലോ? അതേപോലെയാണ് ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ തിരിച്ച് എടുക്കണോ, ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകണോ? സോ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഡിവൈഡ് ചെയ്ത് കൊടുക്കണോ? അതാണ് ഡിവിഡൻഡ്. ഡിവിസിബിൾ പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻഡ്. ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകണോ, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണോ? അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ബിസിനസ് തന്നെ വെച്ചിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണോ? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ കുറച്ചും കൂടി അസറ്റ് മേടിക്കാൻ പറ്റും, അപ്പോൾ കുറച്ചും കൂടി പ്രോഫിറ്റ് അടുത്ത വർഷം കൂടും. അങ്ങനെയല്ലേ? നിങ്ങൾ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് അവിടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ പ്രോഫിറ്റ് അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ, അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതാ റീറ്റെയിൻഡ് പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റിന് പറയുന്ന വേറൊരു പേരെന്താ, റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നാമത് എടുക്കുന്ന ഡിസിഷൻ, നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഡിവിഡൻഡ് കൊടുക്കണോ, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ചെയ്യണോ? അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഡിവിഡൻഡായിട്ട് കൊടുക്കാം, 5 ലക്ഷം രൂപ റീറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ 10 ലക്ഷം മുഴുവനും എന്ത് ചെയ്യാം, ഡിവിഡൻഡായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 10 ലക്ഷം മുഴുവൻ എന്ത് ചെയ്യാം, റീറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ ഡിവിഡൻഡ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡിവിഡൻഡ് എത്രമാത്രം കൊടുക്കണം, പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഡിവിഡൻഡിനെ പറ്റിയുള്ള ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്,
എന്തൊക്കെ ടൈപ്സ് ഡിവിഡൻഡ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ, സമ്മറായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എന്താവശ്യമുണ്ട്? ഫണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ ഫണ്ട് എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം? മാനേജ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? ബിസിനസ്സിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. അതേപോലെ ബിസിനസ് വാല്യൂ, ഓരോ വർഷവും ബിസിനസ്സിൻ്റെ വാല്യൂ കൂടി വരണം. അതായത് ബിസിനസ് കമ്പനി ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ വിൽക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ മാർക്കറ്റിലെ വാല്യൂ എന്തായിരിക്കണം? കൂടണം. സോ 2 ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒരു ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ 2 ഒബ്ജക്റ്റീവാണ്. ഒന്ന്, നമുക്ക് ഷോർട്ട് ടേം പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം. പ്രോഫിറ്റിനേക്കാൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? നിങ്ങളെ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്തായിക്കൊണ്ടിരിക്കണം? കൂടി വരണം. നിങ്ങൾ മേടിക്കുന്ന സമയത്ത് കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ പ്രൈസ് 100 രൂപയാണ്. ഓരോ വർഷം കമ്പനിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്ത് കണ്ടിട്ട് കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് 500 രൂപയായി. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. വെൽത്ത് മാക്സിമൈസേഷനാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. പ്രോഫിറ്റ് കിട്ടുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്, അല്ലേ? സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താ? വെൽത്ത് മാക്സിമൈസേഷനാണ്. മീൻസ് മാർക്കറ്റ് വാല്യൂ കൂട്ടണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവാണ്, ഒരു വർഷത്തേക്കുള്ള ഒബ്ജക്റ്റീവാണ്, ഷോർട്ട് ടൈം പീരീഡിലേക്കുള്ള ഒബ്ജക്റ്റീവാണ്. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ കമ്പനി ഓരോ വർഷവും കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂടി വന്നിട്ട് ഓവറോൾ എല്ലാ ഷെയറും വിൽക്കുമ്പം ഒരെണ്ണം വിറ്റാൽ 100 രൂപ കിട്ടുമ്പോൾ ഒത്രയും വർഷം കഴിയുമ്പോൾ 500 രൂപ കിട്ടുമ്പോൾ കമ്പനിക്ക് അത്രയും പൈസ കിട്ടുകയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് 2 ഒബ്ജക്റ്റീവ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യുക, അതേപോലെ കമ്പനിയുടെ വാല്യൂ, വെൽത്ത് ഇൻക്രീസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എങ്ങനെയൊക്കെയാണ് ഫണ്ട് മാനേജ് ചെയ്യേണ്ടത്? എവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരണം? കിട്ടിയ ഫണ്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം? അതാണ് ഈ സബ്ജക്റ്റ് പഠിക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫണ്ട് കിട്ടുന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. കിട്ടിയ പ്രോഫിറ്റ് എത്രമാത്രം ഡിവിഡൻഡ് കൊടുക്കണം, എത്രമാത്രം റീറ്റേൺ ചെയ്യണം. ഇതാണ് ഈ 40 മാർക്കിൻ്റെ പേപ്പറിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ചാപ്റ്ററും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പ്രോബ്ലം പേപ്പറാണെന്ന് വിചാരിച്ചിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്രോബ്ലം പേപ്പർ ആണെങ്കിലും വലിയ രീതിയിൽ പ്രോബ്ലം ഇല്ലാത്ത കേസ് തന്നെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? വലിയ പ്രോബ്ലം ആവാതെ, ബുദ്ധിമുട്ടാവാതെ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ മൂവ് ചെയ്ത് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം? ട്രിപ്പിൾ ഐയിൽ വെച്ച് മീറ്റ് ചെയ്യാം. എല്ലാവരും നല്ല കോൺഫിഡൻസോട് കൂടി പോവാം. എല്ലാവരും നല്ല ആത്മവിശ്വാസം, നല്ല കോൺഫിഡൻസ്, പഠിച്ച് പാസ്സാണ്. CS നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ സാറേ CS പാസ് പെർസെൻറ്റേജ് കുറവല്ലേ? ആണ്. നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ CS പാസ് പെർസെൻറ്റേജ് കുറവാണ്. ഓക്കെ, എഗ്രി ചെയ്യാണ്. ബട്ട് നിങ്ങൾ 100% ഡെഡിക്കേഷനോട് കൂടി പഠിക്കുകയാണെങ്കിൽ, റിസൾട്ടും കാര്യമൊന്നും കമ്പയർ ചെയ്യാതെ സിൻസിയറായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാസ്സാക്കി എടുക്കാൻ പറ്റുന്ന കോഴ്സാണ്. ആകെ ആ ഒരു ടെക്സ്റ്റ് ബുക്കില്ലേ, നിങ്ങൾ PSC എക്സാമും ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോകുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. UPSC എക്സാം, PSC, ബാങ്ക് കോച്ചിങ്, ഇതിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തോരം ബുക്ക് പഠിക്കണം, എത്ര ബുക്ക് റെഫർ ചെയ്യണം. എന്നാലും നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല. നമ്മൾ പഠിക്കാത്ത ബുക്ക് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ബട്ട് ഈ പ്രൊഫഷണൽ കോഴ്സ് CS ആണെങ്കിൽ നിങ്ങൾക്ക് CS പഠിക്കാനുള്ള സിലബസ് അവിടെ ഉണ്ട്. അത്രയും ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ മതി. അത് പഠിക്കാൻ പറ്റാത്ത പിള്ളേരാണ് തോറ്റു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ CS ക്ലാസ്സിൽ വരുന്ന സമയത്തുള്ള മൈൻഡ് ക്ലാസ് തീരുന്ന സമയം വരെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്സാകാൻ പറ്റും. അധിക സ്റ്റുഡൻസിന് പറ്റുന്നത് ആദ്യത്തെ 2 ദിവസമൊക്കെ ഓക്കെ, പിന്നെ അവരെന്ത് ചെയ്യും? ഫ്രണ്ട്ഷിപ്പായി, കൂട്ടുകാരായി, കറങ്ങാൻ പോയി, പഠിത്തത്തിൽ നൈസായിട്ട് ഒഴുപ്പങ്ങ് പോകും. അങ്ങനെയൊന്നും ഇല്ലാതെ 100% ഡെഡിക്കേഷൻ കൂടി, ഹാർഡ് വർക്കോട് കൂടി, വിത്ത് സ്മാർട്ട് വർക്ക് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? പാസ്സായിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ട്രിപ്പിൾ ഐയിൽ വെച്ച് മീറ്റ് ചെയ്യാം. See you soon. Okay, bye.